ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഒരു തിരുവോണ ദിനമാണ് ഗൈസ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളങ്ങനെ ഓണപ്പാട്ടൊക്കെ കേട്ടോണ്ട് ഇത് പൂക്കൾ ഇട്ടോണ്ടിരിക്കുവാണ്. ഞാൻ രാവിലെ ഒരു 6:30 എണീച്ച് വരച്ച സാധനം കേട്ടോ ഇത്. ഇപ്പൊ 9 മണിയായി. ഇനി നമ്മൾ വരച്ചില്ല, പകുതി ഇട്ടിട്ടേ ഉള്ളൂ. ഫുള്ള് ഇടണം. ഫുൾ അലങ്കോലപ്പെടുത്തിട്ടാണ് കഴിച്ചുള്ളത്. ഇതാണ് പൂക്കൾ. ചേച്ചി ഇവിടുന്ന് മുറിച്ചിടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി പൂക്കൾ ഇടണം. ഞാനൊരു 5 മണിക്കൊക്കെ എണീച്ചിട്ട് ഒരു 7 മണി ആകുമ്പോഴേക്ക് പണി തീർക്കാൻ നട്ടതല്ല. ഈ പൂക്കൾ ഇട്ടിട്ടുള്ള എല്ലാം തീർത്ത് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാന്നാണ് ഗൈസ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഒരു 6:15 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ പ്ലാനൊക്കെ പൊളിഞ്ഞത്. ഇപ്പോൾ 9 മണിയായി. ഇനി വേഗം ഓണോട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് വേഗം ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. അപ്പം ഞാൻ ഇത് ഇട്ടിട്ട് വരുന്നു ഗൈസ്. ബൈ. തളർന്നു പോയി ഗൈസ്. രാവിലെ എണീച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. 3 മണിക്കൂറായി. ഇപ്പം ഇതായി പൂക്കളത്തിന്റെ മേലെ ഇങ്ങനെ മത്സരിക്കും. ഞാൻ കുറച്ച് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വരക്കണം. പക്ഷെ ഞാനൊരു വലിയ പ്രോ ആയിട്ടുള്ള ഒരു വരക്കാരിയൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കിത് വരയ്ക്കാൻ ഞാൻ കുറേ സമയം എടുത്തു. 6:30 തുടങ്ങിയിട്ട് ഒരു 7:30, 8 മണി വരെ ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ചു. പിന്നെ പൂന്നുള്ളിട്ട് അങ്ങനെയാണ് 3 മണിക്കൂർ പോയത്. പിന്നെ എനിക്കിങ്ങനെ ഒരു അരമണിക്കൂർ ഇരുന്ന് പൂട്ടാ. പിന്നെ എണീച്ച് വീട്ടിൽ ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കാൻ പോകണം. നമ്മളിവിടെ കഷ്ടപ്പെട്ട് പൂടുമ്പോ കണ്ടോ ഇവിടെ ഇരുന്ന് സൂക്ഷിക്കുന്ന ഒരു ഏട്ടനെ കണ്ടോ ഗൈസ്. ഇത് വേറെ ആൾ ഇപ്പറ ഇരുന്ന് തിന്നുവാണ്. ഇത് പിന്നെ എന്റെ ഫുഡൊന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ റോച്ചുക്കുട്ടീന്റെ ഡോഗ് ഫുഡാണ് ഗൈസ്. അതിന് കൊടുക്കാൻ വേണ്ടി ഏച്ചി എടുത്തതാണ്. തീർത്തിട്ട് ഇത് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. അതാ പൂച്ചൊക്കെ വരുന്നത് കേട്ടോ. അതിന്റെ ഒരു ഇത് കണ്ടോ, അത് പൂവൊന്നും ചവിട്ടില്ല. അത് ഭയങ്കര, ഞാൻ വളർത്തിയ പൂച്ച ആയതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ബുദ്ധിയുണ്ട്. എന്നെ പോലെ തന്നെ ഭയങ്കര ബുദ്ധിശല്യം. ഇതിനൊന്ന് ഫുഡ് കൊടുത്തിട്ട് വേണ്ട കണ്ട എന്റെ ക്യാമറ നോക്കി ഇരിക്കുക ചെയ്യുന്നു. വിക്കറ്റ് വേണ്ടേ റോച്ചുവിന്, വിക്കറ്റ് വേണ്ടേ? അങ്ങനെ ഇവള് ഇടുന്ന് തിന്നട്ടെ, നമുക്കിനി അടുക്കളയിലൊന്ന് പോയിട്ട് വരല്ലേ. നമ്മൾ അവിടെ കയറിയിട്ടേ ഇല്ലാന്ന് പറയാം. പഴം പോയിരിക്കുന്ന അമ്മ. ഹായ് പറ, ഹായ് പറ. കുറച്ചും കൂടി ബാക്കിയുണ്ട്. അങ്ങനെ എന്റെ സ്നേഹനിധിയായ ചേച്ചി എനിക്ക് പഴവും മുട്ടയും ഏകദേശം റെഡി ആയിട്ടുണ്ട് കഴിച്ചില്ല. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കഴിച്ചത് വീട് അലങ്കരിക്കുന്ന അച്ഛനും മോനെയും കാണിച്ചു. അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മുടെ പൂക്കളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു കഷ്ടപ്പാടെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു വലിയ പൂക്കളൊക്കെ ഒരുക്കുന്നത്. കുറേ വെയിലും ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കണം ഗൈസ്. പണി എടുത്തോണ്ടിരിക്കണം അടുക്കളയിൽ. കുറെ എന്താ പറയാ, ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് സദ്യയല്ല, ബിരിയാണിയാണ്. നമുക്ക് കണ്ണൂർക്കാർക്ക് എന്ത് പരിപാടി വന്നാലും ബിരിയാണിയാണ് ഗൈസ്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ബിരിയാണിയാണ് ആക്കിയത്. അപ്പം അങ്ങനെ കുറെ പരിപാടികളൊക്കെ അടുക്കളയിലുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇന്ന് അതുകൊണ്ട് കുറച്ചിന് അമ്മേനെ സഹായിക്കാന്ന് വെച്ചിട്ട് ഞാനിപ്പം പാലട പായസമില്ലേ അത് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഞാനാണെങ്കിൽ ഫുൾ കയ്യാണ്ട് സൈഡായിട്ടുള്ള, തണുപ്പ് പിടിച്ചിട്ടൊക്കെ കയ്യാണ്ട് സൈഡായിട്ടുള്ള. പക്ഷെ ഇന്ന് നമുക്ക് ഓണം ഒരു ദിവസമല്ലേ ഉള്ളൂ. അന്ന് നമ്മളിങ്ങനെ കയ്യാണ്ട് കടന്നിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ മാക്സിമം എനർജറ്റിക് ആയി നിൽക്കാൻ. നാളെ നമുക്ക് കിടന്നാലും കുഴപ്പമില്ല ഗൈസ്. അപ്പം നമുക്കിനി പായസം ഉണ്ടാക്കാം. നമുക്ക് ആദ്യം പായസ ചെമ്പ് എടുത്തിട്ട് അടുപ്പത്ത് വെക്കാൻ ഗൈസ് പാലട. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടെന്നെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. വായിച്ചു നോക്കാം. ഞാൻ ഇതില്ലേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. കാരണം ഇതില് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ കേട്ടോ വിചാരിച്ചു. തന്നെ ഷുഗറും എല്ലാം മിക്സഡ് ആയിട്ട് വരുന്നത്. ആദ്യം ഒന്ന് ഷുഗറിനെ കാരമലൈസ് ചെയ്യണം. കുറച്ചേ എടുക്കുന്നുള്ളൂ. മച്ചയിൽ കുറെ ഉള്ളതുകൊണ്ട് കുറച്ച് ഷുഗർ എടുത്തിട്ട് അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആയിട്ടില്ല, ഇനി വേവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പായസം വെക്കുന്നത്. പക്ഷെ ഭാഗ്യത്തിന് കൊളായിട്ടില്ല. ഇപ്പം തന്നെ സമയം ഉച്ച കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിനി പോയി മാറ്റിയിട്ടൊക്കെ വരാം ഗൈസ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വേറെ ആർക്കും ഒരു ഓണമായി എന്നുള്ള ഒരു ചിന്ത പോലുള്ള ഗൈസ്. പക്ഷെ എൻ്റെ അമ്മൂമ്മ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മേനെ കാണിച്ചു. ഹായ് അമ്മൂമ്മേ. അമ്മൂമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി സാരിയൊക്കെ എടുത്ത് ഒരു ഓണൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്.
പിന്നെ ആരും ചെയ്യാത്തോണ്ടേ ഞാൻ കുറച്ച് കണ്ണാടിയൊക്കെ നോക്കി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി എന്താ പരിപാടി വെച്ചാൽ നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം. പിന്നെ അല്ല അതിന് മുന്നേ ചോറ് കഴിക്കണം. ഏതാ ഫസ്റ്റ് എന്നറിയില്ല, അത് രണ്ടും ചെയ്യണം. പിന്നെ പുറത്തെവിടെയെങ്കിലും പോകുന്നറിയില്ല, കാലാവസ്ഥ പോലെ ഇരിക്കും എന്താ ചെയ്യണം എന്നുള്ള തീരുമാനം. ഗൈസ് ഞാൻ എൻ്റെ പൂക്കളം കാണിച്ചു തരാം. ഞാൻ അന്ന് വീഡിയോയിലിട്ട അലങ്കാരമൊക്കെ കണ്ടോ? ഇതാണ് ഗൈസ് ഇന്ന് നമ്മുടെ പൂക്കളം. ഇന്നത്തെ തിരുവോണ ദിനത്തിലെ പൂക്കളാണ് ഇത്. ഞാൻ രാവിലെ എണീച്ച് വരച്ച് ഏച്ചിമാരൊക്കെ നമ്മളൊക്കെ ഒരുമിച്ച് കൂടി പൂവൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ എല്ലാരും നിർബന്ധിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഓണത്തിന്റെ ആൾക്കാരെ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ മാലദ്വീപിൽ നിന്ന് പുതിയ എക്സ്പോർട്ട് ആയി വന്ന ആളാണ് ഗൈസ്. ഡാഡി ഹാപ്പി ഓണം. എന്റെ വീട്ടിൽ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ കൊറേ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ഓണം ആഘോഷിക്കുന്നത്. ഇത് നമ്മുടെ ഏട്ടൻ, ഇതാണ് നമ്മുടെ ഏച്ചിന്റെ ഹസ്ബൻഡ്. ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഓരോ മക്കളെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന മാത്രം പിടിച്ചിട്ടില്ല. പക്ഷെ ഞാനാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇവരെ ഫോക്കസ് ചെയ്യണം. ഞാനാണ് ഫസ്റ്റ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്റെ പരിഭവം തീർക്കാൻ പിടിച്ചതാണ് ഗൈസ് ഇത്. ആണ് എന്റെ അച്ഛൻ, ഇതാണ് എന്റെ അമ്മ, പിന്നെ ഇത് എന്റെ ഏച്ചിന്റെ ഫാമിലിയാണ് കേട്ടോ. നമ്മള് ഓണൊക്കെ ആയോണ്ട് ഒരു പാവാടൊക്കെ ഇട്ടെടുത്ത് ഒരു മാമാട്ടി കുട്ടമ്മ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാം അമ്മയാണ്. കണ്ട ഇവരെല്ലാം നമ്മുടെ ഉച്ചക്കത്തെ ചോറിനുള്ള പരിപാടിയൊക്കെ എടുത്തു വെക്കുകയാണ് കഴിച്ചത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പരിപാടിയായ ഫുഡ് അടിയാണ് കേട്ടോ അടുത്തത്. കണ്ട ബിബിയേട്ടൻ ഇത് നല്ലോണം തിന്നുവാണ് ഗൈസ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഞാൻ തളർന്നു പോയി ഗൈസ്. ഞാനും ചേച്ചിയും അമ്മയും അച്ഛനും ഒക്കെയാണ്. ബാക്കിയുള്ളവരെല്ലാം ഫസ്റ്റ് ട്രിപ്പിലായിരുന്നു, നമ്മളിത് സെക്കൻഡ് ട്രിപ്പാണ്. പപ്പടവും പഴവും പോയേക്കാം. എനിക്ക് ഈ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഒരു പാലട പായസം കൂടി വെച്ചിട്ടുള്ള ഒരു കോംബോ ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാൻ ഇതെല്ലാം കുഴച്ചിട്ട് ഇത് വായിൽ വെക്കുമ്പോൾ എനിക്ക് ഈ പാലടേന്റെ കാര്യം തന്നെ ഓർമ്മ വന്നത്. അതുവരെ എനിക്കിത് ഓർമ്മയുണ്ട്. നമ്മളിത് ഓണത്തിന് മാത്രമേ കുഴക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് ബിരിയാണി ആയാലും സദ്യ ആയാലും ഫസ്റ്റ് ഇത് എനിക്ക് കുഴക്കണം. ഇത് ഫുൾ കഴിച്ചതിന് വേണ്ടി നമുക്ക് ബിരിയാണി എന്തെല്ലാം ഫുഡ് തന്നെ കാണിച്ചു തരാം. ഇതാ അച്ചാറുണ്ട്, പിന്നെ കച്ചമ്പറുണ്ട്, പിന്നെ 2 ഫിഷ് ഫ്രൈ, പിന്നെ ചെമ്മീൻ ഫ്രൈ. ഇത്രയാണ് ഗൈസ് നമുക്കിന്നത്. ഇതൊക്കെയാണ് എൻ്റെ അമ്മ രാവിലെ എണീച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്പെഷ്യല്. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാൽ ഈ തിന്നേണ്ട ടൈം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശപ്പേ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 4 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോറിൻ്റെ അളവ് ഇത്ര കുറച്ചത്. പിന്നെ എനിക്ക് ഈ ബിരിയാണിയിലെ ചിക്കൻ പീസും എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. കുറേ കാലത്തിന് ശേഷം അച്ഛൻ്റെ കൂടെ ഒരു ഓണം ആഘോഷിക്കുന്നത്. ലാസ്റ്റായിട്ട് പായസം കൂടി കുടിക്കാം. പിന്നെ സ്വയം പൊക്കറെന്നുണ്ടെങ്കിലും ഞാൻ പറയാൻ ഗൈസ്, ഞാൻ വെച്ചോണ്ടല്ല, പായസം അടിപൊളിയായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് പാലട. ഞാൻ അത് മാത്രമേ കുടിക്കാറുള്ളൂ, വേറെ മിക്ക പായസവും കുടിക്കാറില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ റൂമിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. ഇനി എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം, കാരണം രാവിലെ എണീച്ചതിൻ്റെ ക്ഷീണമുണ്ട്, പിന്നെ ഇപ്പോൾ തിന്നേൻ്റെ ക്ഷീണമുണ്ട്. അപ്പം ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പം ഇനി ഉറങ്ങി തീർത്തിന് പ്രത്യേകിച്ച് ഓണത്തിന് എൻ്റെ പരിപാടിയൊന്നുമില്ലെങ്കിൽ ഉച്ചക്ക് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കലും അങ്ങനെ കുറച്ച് സമയം എല്ലാവരും പറ്റി സ്പെൻഡ് ചെയ്യൽ കേട്ടോ. ഇന്നത്തെ പുറത്തിന്ന് എവിടെ പോകണ്ടെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഓൾറെഡി കഴിയുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്ന്. ബൈ.